പഞ്ചദശി 13-ാം അധ്യായം ബ്രഹ്മാനന്ദത്തിൽ അദ്വൈതാനന്ദ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ബോധസ്വരൂപം. സത്യബോധത്തെ 5 ഘടകങ്ങളായി വേർതിരിക്കാം. സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. ഇവയാണ് ആ 5 ഘടകങ്ങൾ. ഇവയിൽ ആദ്യത്തെ 3 പരമകാരണമായ ബ്രഹ്മസത്തയുടെ സ്വരൂപമാണ്. ഒടുവിലത്തെ 2 ജഗത് സ്വരൂപം. ബ്രഹ്മസ്വരൂപവും സച്ചിദാനന്ദമാണെന്ന് നൃസിംഹിതാപനീയോപനിഷത്ത് പ്രതിപാദിക്കുന്നു. സച്ചിദാനന്ദമാത്രയായ ബ്രഹ്മമാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. ശുദ്ധമായ നിലനിൽപ്പ്, ശുദ്ധമായ ജ്ഞാനം, ശുദ്ധമായ ആനന്ദം, ഇവയാണ് സച്ചിദാനന്ദങ്ങൾ. സച്ചിദാനന്ദങ്ങളെ പ്രത്യേകമായും ബ്രഹ്മസ്വരൂപമായി ഉപനിഷത്തുക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഛാന്ദോഗ്യ ഉപനിഷത്തിൽ ആരുണി ശുദ്ധസത്താരൂപമായിട്ടാണ് ബ്രഹ്മസ്വരൂപത്തെ നിർദ്ദേശിക്കുന്നത്. ഐതരേയോപനിഷത്ത് ശുദ്ധജ്ഞാന സ്വരൂപമായി നിർദ്ദേശിക്കുന്നു. ഛാന്ദോഗ്യ ഉപനിഷത്തിൽ തന്നെ സനത്കുമാരൻ പൂർണ്ണ ആനന്ദമായും സച്ചിദാനന്ദത്തിൽ പ്രതിഭാസിക്കുന്ന രൂപങ്ങളെ വേർതിരിച്ച് പേരിടുന്നതോടെ ജഗദ്ഭാവം വന്നു ചേരുന്നുവെന്നും തൈത്തിരീയോപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. ജീവരൂപം കൈക്കൊണ്ട് ആത്മാവ് തന്നെ എല്ലാറ്റിലും കടന്നു നിന്ന് നാമരൂപങ്ങളെ വേർതിരിക്കുന്നു എന്ന് ഛാന്ദോഗ്യോപനിഷത്തും വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജഗത് രൂപം നാമരൂപാത്മകമാണെന്നുള്ളതും പ്രഖ്യാപിതമായ വേദമതം തന്നെ. സൃഷ്ടിക്കു മുമ്പ് ജഗത് നാമരൂപങ്ങളായി വേർപെടാതെ അവ്യാകൃത രൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. അനിർവചനീയ ശക്തിയായ മായ തന്നെയാണ് ബ്രഹ്മസ്വരൂപത്തിൽ അവ്യാകൃത നാമത്തോടുകൂടി ജഗത്തിനെ വഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നത്. നാമരൂപങ്ങളായി വികാരം പ്രാപിക്കാത്ത അവസ്ഥയെന്ന് മാത്രമേ അവ്യാകൃത ശബ്ദത്തിന് അർത്ഥമുള്ളൂ. അവ്യാകൃത സ്ഥിതിയിൽ നിന്നും നാമരൂപാത്മകമായ ദ്വൈതം പൊന്തിവന്നു. നിർവികാരവും നിശ്ചലവുമായ ബ്രഹ്മ അധിഷ്ഠാനത്തിൽ പൊന്തുന്ന ശക്തിയാണ് ഇപ്രകാരം വൈവിധ്യപൂർണമായ പ്രപഞ്ചമായി വികാരം കൊള്ളുന്നത്. മായയെ പ്രകൃതിയെന്നും തദാശ്രയവും നിയന്താവുമായ മായാവിയെ മഹേശ്വരനെന്നും അറിയേണ്ടതാണ്. മായാവിയെ ആശ്രയിച്ചു പൊന്തുന്ന മായ അങ്ങനെ സൃഷ്ടിരൂപങ്ങളെ ഉളവാക്കി. പാത്രങ്ങൾക്ക് മണ്ണെന്ന പോലെ ജഗത് രൂപങ്ങൾക്കെല്ലാം ഉപാദാന കാരണം ഈ പ്രകൃതി തന്നെയാണ്. അതിൽ പൊന്തിയ ആദ്യത്തെ രൂപമാണ് ആകാശം. നിർവികാരമായ അധിഷ്ഠാന സത്തയുടെ സ്വരൂപങ്ങളും പേറിക്കൊണ്ടാണ് മായ ജഗത് രൂപം സൃഷ്ടിക്കുന്നത്. കയറിൽ കാണപ്പെടുന്ന പാമ്പ് കയറിൻ്റെ ആകൃതി ഉൾക്കൊള്ളുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. കയറിൽ കാണപ്പെടുന്ന പാമ്പ് കയറിൻ്റെ ആകൃതി ഉൾക്കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. നിർവികാരമായ അധിഷ്ഠാന സത്തയുടെ സ്വരൂപങ്ങളും പേറിക്കൊണ്ടാണ് മായ ജഗത് രൂപം സൃഷ്ടിക്കുന്നത്. കയറിൽ കാണപ്പെടുന്ന പാമ്പ് കയറിൻ്റെ ആകൃതി ഉൾക്കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആദ്യമായി പൊന്തിയ ആകാശം ഉള്ളതാണ്, പ്രകാശിക്കുന്നുണ്ട്, പ്രിയവുമാണ്. ആകാശം സച്ചിദാനന്ദങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് സ്പഷ്ടം. ഇവയെ കൂടാതെ വസ്തുക്കൾക്കിരിക്കാനുള്ള ഇടം എന്ന ഒരു പുതിയ രൂപവും ആകാശത്തിൽ പ്രതിഭാസിക്കുന്നുണ്ട്. ആകാശത്തിൽ കാണുന്ന ഇടം എന്ന ഈ രൂപം മിഥ്യയാണ്. ആ രൂപത്തെ പ്രതിഭാസിക്കുന്ന സച്ചിദാനന്ദങ്ങൾ സത്യവും. ഇടമായി കാണപ്പെടുന്ന ഈ ആകാശരൂപം ആകാശത്തിൻ്റെ ഉത്പത്തിക്ക് മുമ്പ് ഇല്ലായിരുന്നു. ആകാശം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കാണുകയുമില്ല. ഇടക്കാലത്തു മാത്രം ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ആ രൂപം. ആദ്യവും അവസാനവും ഇല്ലാതിരിക്കുന്നതും ഇടക്കാലത്തു മാത്രം ഉണ്ടെന്ന് തോന്നിക്കുന്നതുമായ കാര്യം മിഥ്യയാണ്. ഇതാണ് മിഥ്യാലക്ഷണം. ആദിയിലും അന്തത്തിലും ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്ന ഇടക്കാലത്തും ഇല്ലാത്തത് തന്നെയെന്ന് ചുരുക്കം. ഗീത 2-ാം അധ്യായം 28-ാം ശ്ലോകത്തിലും ഭഗവാൻ ഇതുതന്നെ
പ്രസ്താവിക്കുന്നു. ഉണ്ടായി മറയുന്ന ഭൂതവർഗങ്ങളുടെ ആദി അവ്യക്തമാണ്. അവയുടെ മധ്യഘട്ടം മാത്രമേ വ്യക്തമായി അറിയപ്പെടുന്നുള്ളൂ. നാശത്തിന് ശേഷവും അവയുടെ കഥ എന്തെന്നറിയുന്നില്ല. ഇങ്ങനെ അറിയപ്പെടാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലതയ്ക്കെന്ത് അവകാശമാണ്? അവ്യക്ത ശബ്ദത്തിന് നാമരൂപങ്ങളായി വേർപെടാതെ ജഗത്ത് ശക്തിസ്വരൂപമായി ബ്രഹ്മസത്തയിൽ ഏകീഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ഒരിക്കൽ കൂടി വായിക്കാം. അവ്യക്ത ശബ്ദത്തിന് നാമരൂപങ്ങളായി വേർപെടാതെ ജഗത്ത് ശക്തിസ്വരൂപമായി ബ്രഹ്മസത്തയിൽ ഏകീഭവിച്ചിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ഉണ്ടായി പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂതവർഗങ്ങളൊന്നും ഈ അവസ്ഥയെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ലെന്നുള്ളതുകൊണ്ട് ഒന്നും അറിയപ്പെടാത്ത അവസ്ഥയെന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. രണ്ടു തരത്തിലായാലും ഭൂതവർഗങ്ങളുടെ മുഴുവൻ ആദിയും അന്തവും അവ്യക്തമാണെന്ന് തീർച്ച. പാത്രരൂപങ്ങളിലെല്ലാം മണ്ണ് തുടർന്നു നിലനിൽക്കുന്നതുപോലെ ആകാശം മുതലായ പ്രപഞ്ചകാര്യങ്ങളിലെല്ലാം സച്ചിദാനന്ദവും തുടർന്ന് നിലനിൽക്കുന്നു. ആകാശരൂപമായ ഇടം നശിക്കുമോ? ഇടമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപം അനുഭൂതി വിഷയമാകുമോ? ആത്മാനുഭൂതി ഇല്ലാത്ത സംശയാലുവിൻ്റെ ചോദ്യമാണിത്. ഇടമൊന്നുമില്ലാത്ത ശുദ്ധ സച്ചിദാനന്ദം ഒരാൾക്ക് ആത്മസാക്ഷാത്കാരത്തോടെ അനുഭൂതി വിഷയമായി തീരുന്നു. ഭാരതത്തിലെ സത്യദർശികൾ ആകാശനാശത്തെയും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ചുരുക്കം. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കട്ടെ. ഒരാൾ ആകാശത്തിൻ്റെ സ്വരൂപമായ ഇടത്തെ വിസ്മരിക്കുന്നുവെന്ന് കരുതുക. പിന്നെ എന്തായിരിക്കും അവശേഷിക്കുക? ഒരു സങ്കല്പം വിസ്മരിച്ചുവെന്ന് വെച്ച് ആ സങ്കല്പത്തെ പേറി നിന്ന ബോധം നശിക്കാൻ ഒക്കുന്നതല്ല. ഈ ബോധം തന്നെയാണ് സച്ചിദാനന്ദമായ ബ്രഹ്മസത്ത. ഒരിക്കൽ കൂടി വായിക്കാം. ഒരാൾ ആകാശത്തിൻ്റെ സ്വരൂപമായ ഇടത്തെ വിസ്മരിക്കുന്നുവെന്ന് കരുതുക. പിന്നെ എന്തായിരിക്കും അവശേഷിക്കുക? ഒരു സങ്കല്പം വിസ്മരിച്ചുവെന്നു വച്ച് ആ സങ്കല്പത്തെ പേറി നിന്ന ബോധം നശിക്കാൻ ഒക്കുന്നതല്ല. ഈ ബോധം തന്നെയാണ് സച്ചിദാനന്ദമായ ബ്രഹ്മസത്ത. ഇടത്തെ വിസ്മരിച്ചാൽ ശൂന്യമായിരിക്കും അവശേഷിക്കുന്നതെന്ന് ചിലർ കരുതിയേക്കാം. ആയിക്കോട്ടെ, ശൂന്യമെന്ന പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ശൂന്യമായി പ്രകാശിക്കുന്ന ബോധസത്ത അവിടെ ഉണ്ടായല്ലേ പറ്റൂ. അതങ്ങനെ പ്രകാശിക്കുന്നത് കൊണ്ട് തന്നെ അത് സത്താബോധ സ്വരൂപമാണെന്ന് വന്നുകൂടി. ഉദാസീന ഭാവം തന്നെയാണ് അവിടുത്തെ സുഖം. പ്രത്യേകമായി ഒന്നിനോട് ആനുകൂല്യമോ പ്രാതികൂല്യമോ ഇല്ലാതിരിക്കുന്ന സ്ഥിതിയാണ് ഔദാസീന്യം. അപ്പോഴത്തെ സുഖം നിജസുഖവും. ആകാശരൂപമായ ഇടം വിസ്മരിക്കപ്പെട്ടാൽ സച്ചിദാനന്ദങ്ങൾ അവശേഷിക്കുമെന്ന യുക്തിക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നു. സത്യദർശിയുടെ അനുഭവം ഇക്കാര്യം സർവഥ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിനോട് പ്രത്യേക ആനുകൂല്യം വന്നാൽ ലൗകിക സന്തോഷബുദ്ധി ഉണ്ടാകുന്നു. പ്രാതികൂല്യം വന്നാൽ ദുഃഖബുദ്ധിയും ആവിർഭവിക്കുന്നു. ഇത് രണ്ടും ഇല്ലെന്ന് വന്നാൽ ഉദാസീന ദശയിലുള്ള നിജാനന്ദം പ്രകാശിക്കുന്നു. ഈ ഉദാസീന ദശയിൽ നിജദുഃഖം എന്നൊന്നില്ലതാനും. ഇതാണ് ലോകസുഖത്തെ അപേക്ഷിച്ച് നിജസുഖത്തിനുള്ള വ്യത്യാസം. നിജാനന്ദം സ്ഥിരത പ്രാപിച്ചു കഴിഞ്ഞാൽ ലൗകികങ്ങളായ ഹർഷശോകങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി തീരുന്നു. ക്ഷണികമായ മനസ്സിൻ്റെ ഭാവഭേദങ്ങളാണല്ലോ ലൗകിക ഹർഷശോകങ്ങൾ. മനസ്സിൻ്റെ ഈ ക്ഷണികത്വം ഹർഷശോകങ്ങളുടെയും സ്വഭാവമാണ്. ക്ഷണികമായ മനസ്സ് ഇല്ലെന്നു വന്നാൽ ഹർഷശോകങ്ങളും അതോടെ നഷ്ടമാകുന്നു. ആകാശത്തിൻ്റെ വിശകലനത്തിൽ ഇങ്ങനെ സച്ചിദാനന്ദങ്ങൾ വസ്തുസ്വരൂപമായും ആകാശരൂപം മിഥ്യയായും തെളിഞ്ഞു. ഇതേ പ്രക്രിയ അനുസരിച്ചു തന്നെ വായു തുടങ്ങി ദേഹപര്യന്തമുള്ള എല്ലാ വസ്തുക്കളിലും മിഥ്യാരൂപങ്ങളെ മാറ്റി സച്ചിദാനന്ദമായ വസ്തുസ്വരൂപം കണ്ടെത്തേണ്ടതാണ്.
ചലനസ്പർശനങ്ങളാണ് വായുരൂപം. ചലനസ്പർശങ്ങളാണ് വായുരൂപം. അഗ്നിയുടെ രൂപങ്ങളാണ് ദാഹപ്രകാശങ്ങൾ. ജലരൂപം ദ്രവത്വമാണ്. ഭൂമിയുടെ രൂപം കാഠിന്യവും. വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളുമൊക്കെ അവയുടേതായ അസാധാരണ രൂപങ്ങൾ കാണുവാനുണ്ട്. കാണപ്പെടുന്ന സകലതിനും യഥോചിതം അതാതിൻ്റേതായ പ്രത്യേക രൂപം കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ അനേക നാമരൂപങ്ങളിൽ എണ്ണമറ്റു കാണപ്പെടുന്ന സകല ദൃശ്യങ്ങളിലും സച്ചിദാനന്ദങ്ങൾ ഏകരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഉണ്മ അഥവാ സത്ത എല്ലാ ദൃശ്യങ്ങളിലും സമാനമാണെന്ന് ആരും സമ്മതിക്കുമല്ലോ. ഉണ്മയെ ഇത് പരിമിതമാക്കി വേർപെടുത്തുന്നത് നാമരൂപങ്ങളാണെന്നും സ്പഷ്ടമാണല്ലോ. നാമരൂപങ്ങളെല്ലാം അകന്നാൽ ശുദ്ധമായ അഖണ്ഡ സത്ത ശേഷിക്കുമെന്നും വരുന്നു. ബോധസ്വരൂപമല്ലാതെ ശുദ്ധസത്ത ഒരിക്കലും പ്രകാശിക്കുന്നതല്ല. അഖണ്ഡമായ ബോധസത്ത ഇഷ്ടാനിഷ്ടരഹിതമായ ആനന്ദമാകാതെ തരവുമില്ല. അപ്പോൾ മിഥ്യാപ്രതിഭാസങ്ങളായ നാമരൂപങ്ങൾ അകന്നാൽ സകല ദൃശ്യങ്ങളും ശുദ്ധ സച്ചിദാനന്ദ സ്വരൂപമാകുമെന്ന് നിർവിവാദം തെളിയുന്നു. നാമരൂപങ്ങളോ വസ്തുസത്ത ലേശം പോലുമില്ലാത്ത പ്രതിഭാസങ്ങളാണ്. ഇത്രയും വിശകലനം ചെയ്തറിഞ്ഞുകൊണ്ട് തത്വരഹിതങ്ങളായ നാമരൂപങ്ങൾ സച്ചിദാനന്ദ സ്വരൂപമായ സത്യസമുദ്രത്തിൽ പൊന്തിമറയുന്ന കുമിളകളായി കാണണം. ബുദ്ധി കൊണ്ട് ഇക്കാര്യം ഭാവനയിലും അനുഭവത്തിലും കൂടി ഉറപ്പിക്കണം. സ്വയം ആ ആത്മസ്വരൂപമാണെന്നും അനുഭവിക്കണം. ഞാനാകുന്ന അനന്തമായ സച്ചിദാനന്ദ സമുദ്രത്തിൽ ജഗദൃശ്യങ്ങളാകുന്ന കുമിളകൾ എത്ര വേണമെങ്കിലും പൊന്തിക്കൊള്ളട്ടെ, മാഞ്ഞു മറഞ്ഞുകൊള്ളട്ടെ. പൂർണ്ണാനന്ദ സ്വരൂപമായ എനിക്ക് അതുകൊണ്ട് ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ വരാനില്ല എന്ന് അനുഭവിച്ചറിയണം. സച്ചിദാനന്ദപൂർണമായ ബ്രഹ്മസത്ത ഇങ്ങനെ നേരിട്ട് അനുഭവ വിഷയമാകുന്നതോടുകൂടി സ്വയമേ തന്നെ നാമരൂപങ്ങളിൽ അവജ്ഞ ആവിർഭവിക്കുന്നു. ക്രമേണ ഈ അവജ്ഞ ദൃഢരൂപം കൈക്കൊള്ളുന്നു. നാമരൂപങ്ങളോട് എപ്പോഴെപ്പോഴൊക്കെ അവജ്ഞ തോന്നുന്നുവോ അപ്പോഴപ്പോഴൊക്കെ സച്ചിദാനന്ദ സത്യത്തെ വ്യക്തമായി കാണാൻ ശ്രമിക്കണം. സച്ചിദാനന്ദ സത്യം അനുഭവ വിഷയമാകുന്നതോടെ നാമരൂപങ്ങളെ വിസ്മരിക്കാനും ശ്രമിക്കണം. നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് അനുഭവിക്കാനുള്ള സത്യം ഇതാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രത്തിൽ ത്യജിച്ചിട്ട് ഭുജിക്കാൻ പറയുന്ന ഭോഗവും ഇതുതന്നെയാണ്. മിഥ്യയായ നാമരൂപങ്ങളെ ത്യജിച്ചിട്ട് എല്ലാറ്റിനും സത്യമായ സച്ചിദാനന്ദത്തെ ഭുജിക്കണം. ഈ നാമരൂപത്യാഗവും സച്ചിദാനന്ദ ഭോഗവും നിരന്തരം അഭ്യസിക്കണം. അങ്ങനെയായാൽ പ്രജ്ഞ ക്രമേണ സ്ഥിരരൂപം കൈക്കൊള്ളും. ഈ രീതിയിൽ പ്രജ്ഞ സുസ്ഥിതിയെ പ്രാപിച്ചാൽ അയാൾ ഈ ജീവിതത്തിൽ തന്നെ മുക്തനായിത്തീരുന്നു. ശരീരം എങ്ങനെ ചലിക്കുന്നുവോ അങ്ങനെ ചലിച്ചുകൊള്ളട്ടെ. സ്ഥിതപ്രജ്ഞനെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ജ്ഞാനലബ്ധിപ്രകാരം ഓഡിയോ ബുക്ക് അഭ്യാസമാണ് ജ്ഞാനം നേടിത്തരുന്നത്. അതേക്കുറിച്ചു തന്നെ ചിന്തിക്കുക, അതേക്കുറിച്ചു തന്നെ സംസാരിക്കുക, അതേക്കുറിച്ചു തന്നെ പരസ്പരം ചർച്ച ചെയ്യുക, അതിൽ തന്നെ മനസ്സുറപ്പിക്കുക. ഇതൊക്കെയാണല്ലോ ബ്രഹ്മാഭ്യാസം. അനേക കാലമായി തുടർന്നു വരുന്ന ലോകവാസന ഇടവിടാതെ പരിശീലിച്ചുറപ്പിച്ചതാണ്. എങ്കിലും ബ്രഹ്മാഭ്യാസം ശ്രദ്ധയോടെ തുടരുകയാണെങ്കിൽ ഈ ലോകവാസന ക്രമേണ സർവഥാ വിട്ടകലുന്നു. ഇത് അല്പകാലം കൊണ്ടോ പൊടുന്നനെയോ സിദ്ധിക്കുന്നതല്ല. മായ ദുരത്യയാണ്. മണ്ണിലുള്ള ശക്തി അതിൽ നിരവധി പാത്രരൂപങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ബ്രഹ്മശക്തിയായ മായ എണ്ണമറ്റ അസത്യ പ്രതിഭാസങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. മായയുടെ ഈ അസത്യവിലാസത്തിൽ ഇന്നതേ പാടുള്ളൂ, ഇന്നത് പാടില്ല എന്നൊന്നും ഒരു നിയമവും ഇല്ല. ഇക്കാര്യത്തിൽ ജീവാത്മനിഷ്ഠയായ നിദ്രാശക്തിയും സ്വപ്നാനുഭവവും ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. നിദ്രാശക്തി ജീവനിൽ വിചിത്രങ്ങളും ദുർഘടങ്ങളുമായ എത്രയെത്ര സ്വപ്ന അനുഭവങ്ങളെയാണ് നിർമ്മിച്ചു വിടുന്നത്.
ഇതിൽ വ്യക്തമായ വല്ല നിയമവും കാണുന്നുണ്ടോ? ജീവശക്തിയായ നിദ്രയ്ക്ക് ഇത്രയും കഴിവുണ്ടെങ്കിൽ ബ്രഹ്മശക്തിയായ മായയുടെ കഥ പറയാനുണ്ടോ? അഘടിത ഘടനാ പടീയസിയാണ് മായ. ഇല്ലാത്തതെന്തും ഉണ്ടാക്കി കാണിക്കാൻ അവൾക്ക് കഴിയും. സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കെല്ലാം ഇവൾ തന്നെയാണ് കാരണക്കാരി. നിദ്രാശക്തി സ്വപ്നവേളയിൽ ഉറങ്ങിക്കിടക്കുന്നവനെ ആകാശത്തിൽ പറപ്പിക്കുന്നു. സ്വന്തം തല വെട്ടി വീഴ്ത്തുന്നതായി അനുഭവിപ്പിക്കുന്നു. ഒരു നിമിഷ നേരത്തെ വർഷങ്ങളാക്കി മാറ്റുന്നു. പുത്രൻ മരിച്ചു പോകുന്നതായി തോന്നിക്കുകയോ മരിച്ചുപോയ പുത്രന്മാരെ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുന്നു. ഇത് ഉചിതമെന്നോ ഇത് അനുചിതമെന്നോ സ്വപ്നത്തിൽ യാതൊരു വ്യവസ്ഥയും സാധ്യമല്ല. ഇത് വേണമെന്നോ ഇത് വേണ്ടെന്നോ നിശ്ചയിക്കാൻ ഒക്കുന്നതല്ല. ജാഗ്രത അനുഭൂതിയിലെ കഥയും ഇതുതന്നെ. വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കാനും വേണ്ടുന്നതു മാത്രം സ്വീകരിക്കാനും സ്വാതന്ത്ര്യവും കഴിവും ഉണ്ടായിരുന്നെങ്കിൽ സകല ജീവികളും അടുത്ത നിമിഷം ഈശ്വരന്മാരായി തീരുമായിരുന്നു. വേണ്ടാത്തതൊക്കെ ഉപേക്ഷിക്കാനും വേണ്ടുന്നതു മാത്രം സ്വീകരിക്കാനും സ്വാതന്ത്ര്യവും കഴിവും ഉണ്ടായിരുന്നെങ്കിൽ സകല ജീവികളും അടുത്ത നിമിഷം ഈശ്വരന്മാരായി തീരുമായിരുന്നു. സ്വപ്നത്തിലും ജാഗ്രത്തിലുമൊക്കെ ആരെങ്ങനെ എന്തു കാണുന്നുവോ അതങ്ങനെയെന്ന് മാത്രമേ വ്യവസ്ഥ കൽപ്പിക്കാൻ പറ്റൂ. മായാശക്തിയുടെ മഹിമ അചിന്ത്യവും അദ്ഭുതവുമാണ്. നിശ്ചലനായി കിടന്നുറങ്ങുന്ന പുരുഷനിലാണ് നിദ്ര വിവിധ രൂപത്തിലുള്ള സ്വപ്ന പദാർത്ഥങ്ങളെ നിർമ്മിക്കുന്നത്. അതുപോലെ നിർവികാരവും നിശ്ചലവുമായ ബ്രഹ്മസത്തയിലാണ് സകല വികാരങ്ങളെ ഉളവാക്കി പ്രതിഭാസിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ജീവജാലങ്ങളും എല്ലാം ഇങ്ങനെ ഉളവാകുന്നവയാണ്. ഇവയിൽ ചേതന പ്രതിബിംബത്തോടുകൂടിയ ബുദ്ധിയുള്ളവയെയെല്ലാം ജീവനുള്ളവയായും അത്തരം ബുദ്ധിയില്ലാത്തവയെയെല്ലാം അചേതനങ്ങളായും കരുതപ്പെടുന്നു. ചിത് പ്രതിബിംബിതയായ ബുദ്ധി മാത്രമാണ് ജീവലക്ഷണം. ഇങ്ങനെ കാണപ്പെടുന്ന ചേതന അചേതനങ്ങളിലെല്ലാം ബ്രഹ്മസത്ത സമാന രൂപത്തിൽ സർവവ്യാപ്തമായി സ്ഥിതി ചെയ്യുന്നു. ചിത് പ്രതിബിംബിതയായ ബുദ്ധി മാത്രമാണ് ജീവലക്ഷണം. ഇങ്ങനെ കാണപ്പെടുന്ന ചേതന അചേതനങ്ങളിലെല്ലാം ബ്രഹ്മസത്ത സമാന രൂപത്തിൽ സർവവ്യാപ്തമായി സ്ഥിതി ചെയ്യുന്നു. സച്ചിദാനന്ദ സ്വരൂപമായ സത്യസ്ഥിതിക്ക് ഒരിടത്തും കൂടുതലോ കുറവോ ഇല്ല. താൽക്കാലികങ്ങളായ നാമരൂപങ്ങൾ മാത്രമാണ് സർവത്ര ഭിന്നിച്ചു നിന്നുകൊണ്ട് വസ്തുപ്രതിഭാസങ്ങളെ ഉളവാക്കുന്നത്. ഈ നാമരൂപങ്ങൾ ഒരു ക്യാൻവാസിൽ ചിത്രങ്ങളെന്ന പോലെ ബ്രഹ്മസത്തയിൽ സ്ഥിതി ചെയ്യുന്നു. സത്യം കാണാൻ ആഗ്രഹിക്കുന്നയാൾ ഈ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട് സർവത്ര സച്ചിദാനന്ദ ബുദ്ധിയെ ആശ്രയിക്കേണ്ടതാണ്. നദിയുടെ കരയിൽ നിൽക്കുന്നയാൾ ജലത്തിൽ തൻ്റെ ദേഹം വ്യക്തമായി പ്രതിബിംബിച്ചു കാണുന്നുണ്ടെങ്കിലും ആ പ്രതിബിംബത്തെ വസ്തുസത്തയായി സ്വീകരിക്കാറില്ലല്ലോ. നേരെ മറിച്ച് പ്രതിബിംബത്തെ ഉപേക്ഷിച്ചിട്ട് ബിംബരൂപമായ തീരസ്ഥ ദേഹത്തെ മാത്രമേ അയാൾ തൻ്റേതായി കണക്കാക്കുന്നുള്ളൂ. അതുപോലെ സത്യാന്വേഷി സ്പഷ്ടമായും നശ്വരങ്ങളായ പ്രപഞ്ചനാമരൂപങ്ങളെ പുറന്തള്ളിയിട്ട് സച്ചിദാനന്ദമായ ആത്മസത്തയെ സ്വസ്വരൂപമായി കാണേണ്ടതാണ്. നാമരൂപങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുമെന്ന് സംശയിക്കാനില്ല. ആയിരം സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിനെ കടന്നു പിടികൂടാൻ ആഞ്ഞടുക്കുമ്പോൾ അവയിൽ പലതിനെയും ഉപേക്ഷിച്ചിട്ട് ചിലതിനെ മാത്രം നാം സ്വീകരിക്കാറില്ലേ? അതേ പ്രകാരം നാമരൂപ സങ്കല്പങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവഥ സച്ചിദാനന്ദ സങ്കല്പത്തെ ഉറപ്പിക്കാൻ എന്താണ് പ്രയാസം? നാമരൂപ സങ്കല്പങ്ങൾ കടന്നു വരുമ്പോൾ അവയോട് മമത പൂണ്ട് പറ്റിച്ചേരാതിരുന്നാൽ മാത്രം മതി. സാവധാനം അവ തനിയെ പിന്മാറും. സച്ചിദാനന്ദ ഭാവനയും അനുഭവവും ശക്തിപ്പെടുകയും ചെയ്യും. പ്രപഞ്ച വൈചിത്ര്യം. എത്ര വിചിത്രമാണ് ഈ പ്രപഞ്ചം! ഓരോ നിമിഷവും മനോരാജ്യങ്ങൾ മാറി മാറി വരുന്നു. പോയത് പലതും പിന്നെ വരുന്നുമില്ല. അപ്പോഴപ്പോഴുള്ള മനോരാജ്യങ്ങൾക്കനുസരണമായി പുറമേ പ്രവർത്തിക്കുന്നു. യൗവനമായാൽ ബാല്യമില്ല, വാർദ്ധക്യം വന്നാൽ യൗവനം നശിച്ചു,
മരിച്ചുപോയ പിതാവ് വീണ്ടും വരുന്നില്ല. കഴിഞ്ഞുപോയ ദിവസം പുനരാവിർഭവിക്കുന്നില്ല. ഇങ്ങനെ ക്ഷണം തോറും ഉണ്ടായി നശിച്ച് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ലോകപ്രതിഭാസങ്ങളിൽ മനസ്സങ്കല്പങ്ങളെ കവിഞ്ഞ് വിശേഷവിധിയായി എന്താണുള്ളത്? ചിന്തിക്കുന്ന ആർക്കും ഈ രഹസ്യം വെളിപ്പെടുന്നതാണ്. അതുകൊണ്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ സംസാരം സത്യമാണെന്നുള്ള ധാരണ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ സംസാര സത്യത്വ ചിന്ത ഉപേക്ഷിക്കപ്പെട്ടാൽ അതോടെ ബുദ്ധിക്ക് ബ്രഹ്മചിന്തനത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ലോകപ്രതിഭാസങ്ങളിൽ സത്യബുദ്ധിയുള്ളിടത്തോളം ഈ സ്വാതന്ത്ര്യം സാധ്യമല്ല. അതുകൊണ്ടാണ് സത്യാന്വേഷണത്തിൻ്റെ ആദ്യപടിയായി വേദാന്തശാസ്ത്രം വൈരാഗ്യത്തെ കണക്കാക്കുന്നത്. സംസാര സത്യബുദ്ധി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചിന്തനത്തോടുകൂടി നടനെപ്പോലെ ഏതു സ്വധർമ്മവും കൃത്യമായി അനുഷ്ഠിച്ച് ഇവിടെ കഴിയുവാനും ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. ഇരമ്പിപ്പായുന്ന നദീജലം സദാ പ്രവഹിച്ചു കൊണ്ടിരുന്നാലും അന്തർഭാഗത്തുള്ള ഉറച്ച പാറ നദിയിൽ അനക്കമില്ലാതെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇരമ്പിപ്പായുന്ന നദീജലം സദാ പ്രവഹിച്ചു കൊണ്ടിരുന്നാലും അന്തർഭാഗത്തുള്ള ഉറച്ച പാറ നദിയിൽ അനക്കമില്ലാതെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ കുതിച്ചുപായുന്ന സംസാര തടിനിയിലെ നാമരൂപജലം എത്ര ഊക്കോടെ പ്രവഹിച്ചാലും ശരി, കൂടസ്ഥാത്മാവാകുന്ന അധിഷ്ഠാനില നിർവികാരവും നിത്യവുമായി തന്നെ തുടരുന്നു എന്നറിയേണ്ടതാണ്. പൊട്ടലില്ലാത്ത കണ്ണാടിയിൽ വസ്തു സങ്കുലമായ നഭോമണ്ഡലം അപ്പാടെ പ്രതിബിംബിക്കുന്നു. അതുപോലെ എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ മഹാകാശം നിർവികാര ബ്രഹ്മസത്തയിൽ സദാ പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണാടിയെ കാണാതെ അതിനുള്ളിലുള്ള പ്രതിബിംബ രൂപങ്ങളെ മാത്രം കാണുന്നത് പോലെയാണ് ലോകസ്ഥിതി. സച്ചിദാനന്ദ ഘനമായ ബ്രഹ്മസത്തയെ കാണാതെ അതിലുള്ള നാമരൂപങ്ങളെ മാത്രം കാണുന്നു. കണ്ണാടിയില്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന പ്രതിബിംബ രൂപങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ നിശ്ചലമായ ബ്രഹ്മസത്തയില്ലെങ്കിൽ പിന്നെ പ്രപഞ്ച നാമരൂപങ്ങൾക്ക് എവിടെയാണ് സ്ഥിതി? ആദ്യമായി സർവപ്രപഞ്ചാധിഷ്ഠാനമായ സച്ചിദാനന്ദ ബ്രഹ്മസത്തയെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക. തദനന്തരം ബുദ്ധിയെ അതിൽ നിയമനം ചെയ്ത് നാമരൂപങ്ങളെ പുറന്തള്ളുക. നാമരൂപങ്ങളിൽ ചെന്നു പറ്റാൻ ബുദ്ധിയെ അനുവദിക്കാതെ ബ്രഹ്മസത്തയിൽ ഉറപ്പിക്കണമെന്ന് ചുരുക്കം. ഏവം ച നിർജഗത് ബ്രഹ്മ സച്ചിദാനന്ദലക്ഷണം അദ്വൈതാനന്ദ ഏതസ്മിൻ വിശ്രാമ്യന്തു ജനാശ്ചിരം. ഇപ്രകാരമാണ് ജഗത്തില്ലാത്ത ബ്രഹ്മസത്ത പ്രകാശിക്കുന്നത്. അപ്പോൾ അത് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കും. ഇതാണ് അദ്വൈതാനന്ദം. ഇതഴിവില്ലാത്തതാണ്. ജനഹൃദയങ്ങൾ ഇവിടെ അനന്തവിശ്രമം കൊള്ളാൻ ഇടവരട്ടെ. ബ്രഹ്മാനന്ദമെന്ന ഗ്രന്ഥഭാഗത്തിലെ 3-ാം അധ്യായം തീർന്നു. ജഗന്മിഥ്യാത്വ ചിന്ത ഉറപ്പിച്ച് നേടേണ്ടതാണ് ഈ അദ്വൈതാനന്ദം.